പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 12ാം മാസത്തിന്റെ 23ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹവന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. സഭാപ്രസംഗി 10 പറയുന്നു, കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും, മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും. മോഷണങ്ങളും അതിക്രമങ്ങളും പെരുകി വരുന്നതിനോടൊപ്പം വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളും വർദ്ധിച്ചു വരുന്നതിനാൽ വീടുകൾക്കും വസ്തുവകകൾക്കും ചുറ്റുമതിലുകളും ശക്തമായ വേലികളും മനുഷ്യർ കെട്ടിക്കൊണ്ടിരിക്കുന്നു. മതിലുകൾ കെട്ടിയാൽ ഒരു പരിധിവരെ ശത്രുവിന്റെ ആക്രമണത്തിൽ നിന്നും ചെറുത്തു നിൽക്കുവാൻ കഴിയും. മതിലില്ലാത്ത പട്ടണത്തിൽ ശത്രുക്കൾ പ്രവേശിക്കുകയും അവരെ കൊള്ളയിട്ട് നിർമൂലമാക്കുകയും ചെയ്യും. ദൈവം ശത്രുവിനെ പോലെ ഇടപെടുമോ? തൻ്റെ ജനത്തിൻ്റെ പാപവും മാനസാന്തരമില്ലാത്ത ജീവിതവും നിമിത്തം സ്വന്തം ജനത്തിന് ദൈവം ശത്രുവായി തീർന്ന അനവധി സംഭവങ്ങൾ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാലത്ത് ആനന്ദത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും നന്മയുടെയും സുരക്ഷിതത്വത്തിൻ്റെയും മതിലുകൾ ഒരുക്കിയ ദൈവം തന്നെ അവരുടെ ദുഷ്ടത നിമിത്തം താൻ കെട്ടിയ മതിലുകൾ തകർത്തു കളയുന്നതായി കാണുന്നു. ദൈവം ഒരുവന്റെ മതിൽ ഇടിക്കുവാൻ തീരുമാനിച്ചാൽ ലോകത്തിൽ ഏതൊരു മനുഷ്യനും അതിന് പണിയുവാൻ കഴിയുകയില്ല എന്ന മുന്നറിയിപ്പും കൂടെ ദൈവവചനം തരുന്നു. ഇയ്യോബ് പറയുന്നു, അവൻ ഇടിച്ചു കളഞ്ഞാൽ ആർക്കും പണിതുകൂടാ, അവൻ മനുഷ്യനെ ബന്ധിച്ചാൽ ആരും അഴിച്ചു വിടുകയില്ല. നാം മറ്റുള്ളവരോട് അവരുടെ പിഴവുകളെ ഹൃദയപൂർവ്വം ക്ഷമിക്കണമെന്നാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഹൃദയത്തിൽ പകവെച്ചുകൊണ്ട് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ മതിൽ തകർക്കുകയും അതിനുള്ളിൽ തീ അയക്കുകയും ചെയ്യുമെന്ന മുന്നറിയിപ്പ് കൂടി ദൈവം തരുന്നു. ജീവിത വിശുദ്ധിയോടെ തങ്ങളുടെ മതിലുകൾ പണിയുന്ന ചുരുക്കം പേരുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷവും യാതൊരു പ്രമാണവും ഇല്ലാതെ ജീവിക്കുകയും വേർപാടിൻ്റെയും വിശുദ്ധിയുടെയും ആത്മീയ സത്യത്തിൻ്റെ മതിലുകൾ ദിനം തോറും തകർത്തുകൊണ്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ സ്വന്തം ജീവിതത്തിൻ്റെ മതിലുകൾ തകർക്കുന്നതിനോടൊപ്പം അനേകരുടെ മതിലുകളും ഈ കൂട്ടർ തകർക്കുവാൻ കാരണമായി തീരുകയും ചെയ്യുന്നു. നല്ല ഫലം കായ്ക്കാത്തവരുടെ മതിലുകളെ ദൈവം പൊളിച്ചു കളയുവാനിടയാകും. പ്രിയ ദൈവവൈതലേ, നാം പണിയേണ്ട മതിലുകൾ നാം പണിതു കഴിയുമ്പോൾ തൻ്റെ ജനത്തിൻ്റെ സുരക്ഷിതത്വത്തിനായി ദൈവം ചില മതിലുകൾ പണിയുവാനിടയാകും. രക്ഷിക്കപ്പെട്ട് ഓരോ വിശ്വാസിയും നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം എന്നതാണ് ദൈവവചനം പറയുന്നത്. പ്രാർത്ഥനയും മധ്യസ്ഥതയും എന്ന മതില് നാം ഓരോ ദിനവും കെട്ടുക തന്നെ ചെയ്യണം. ദൈവജനത്തിൻ്റെ വചനം അനുഷ്ഠിക്കുകയും ദൈവത്തിൻ്റെ നാമത്തിനും കാര്യങ്ങൾക്കും കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കുകയും ചെയ്യുന്നവരെ ദൈവം അവരെ ആലയത്തിലും മതിലുകളിലും കൊണ്ടുവന്ന് സന്തോഷിപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു തിരുവചനം. ആകയാൽ നാം ലോകപ്രകാരമുള്ള ആലോചനകൾക്ക് മതിലുകൾ കെട്ടാതെ ദൈവത്തിൻ്റെ വചനപ്രകാരം നാം പ്രാർത്ഥനയുടെ മതിലുകൾ നാം പണിതാൽ വിശുദ്ധിയുടെയും വേർപാടിൻ്റെയും വിശ്വസ്തതയുടെയും പ്രാർത്ഥനയുടെ മതിലുകൾ തകർത്ത അനേക പ്രിയപ്പെട്ടവരെ പാപമെന്ന പാമ്പ് കടിക്കുകയും അനേകർ ആത്മീയ മരണം സംഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ മതിലുകളെ തകർക്കുമ്പോൾ, വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ഉപവാസത്തിൻ്റെയും മതിലുകൾ തകർക്കുമ്പോൾ പാപം ഹല്ലേലൂയ രഹസ്യ പാപങ്ങൾ അവരെ പിന്തുടരുവാനിടയാകും. അങ്ങനെ ഏഥേനിലെ ഹല്ലേലൂയ പാപമെന്ന പാമ്പിൻ്റെ കടിയേറ്റ് അവർ അനേകർ നശിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും എതിരായി കുഴി കുഴിച്ച് അനേകരും കുഴിയിൽ വീണുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും കരകയറുവാൻ കഴിയാത്ത ലോകമെന്ന പാപത്തിൻ്റെ കുഴിയിൽ വീണ് കിടക്കുമ്പോൾ
ഇന്ന് പ്രഭാതത്തിൽ ആമേ സ്തോത്രം, ഹല്ലേലൂയ, പ്രാർത്ഥനയുടെ മതിലുകൾ തകർത്തു അനേകർ ദൈവസന്നിധിയിൽ നിന്നും തകർന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രിയ ദൈവവേദിയിലെ ദൈവസന്നിധി നമുക്ക് ആമേൻ പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും വിശുദ്ധിയുടെയും മതിലുകൾ പണിത് നിലനിൽക്കുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ ആമേൻ നമ്മുടെ മതിലുകളെ പണിയാം. പ്രാർത്ഥനയുടെ മതിലുകളെ പണിയാം. വിശ്വാസം എന്ന മതിലുകളെ പണിയാം. പ്രത്യാശ എന്ന മതിലുകളെ പണിയാം. ആമേൻ, ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ മതിലുകളെ ആമേൻ പൊളിച്ചു കളഞ്ഞെങ്കിൽ, പ്രിയ ദൈവത്തിലെ ദൈവസന്നിധിയിൽ അനുദപിച്ചാൽ, ആമേൻ, ഹല്ലേലൂയ, പിശാച് പൊളിച്ചു കളഞ്ഞ ആമേൻ യോബിൻ്റെ മതിലുകളെ ഒരിക്കൽ കൂടെ ആമേൻ പണിത് ആമേൻ ദൈവിക സംരക്ഷണ വലയത്ത് ആമേൻ യോബിനെ കൊണ്ടുവരുവാൻ ദൈവത്തിന് കരുണ തോന്നിയതുപോലെ, ആമേൻ പ്രിയ ദൈവവേദിയിലെ ഇന്ന് പകൽക്കാലം ആമേൻ ശക്തമായ ആമേൻ സ്വത്രം ഹല്ലേലൂയ മതിലുകൾ പണിത് സംരക്ഷിക്കുന്ന ഒരു നാൾ നമുക്ക് ദൈവം ഒരുക്കി വയ്ക്കുന്നു. ആകയാൽ ഇന്ന് പ്രഭാതം പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ആമേൻ, ഹാലേലൂയ. കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും, മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും. പ്രാർത്ഥനയെന്ന മതിൽ പൊളിക്കാതെ കർത്താവേ സ്തോത്രം, ആർക്കും കുഴി കുഴിക്കാൻ ഇടവരാതെ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ, ഞങ്ങളുടെ വിശ്വാസ പോർക്കളത്തിൽ ഞങ്ങൾ ശക്തമായി നിലനിൽക്കുവാൻ സ്വർഗം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കും. ഈ പ്രഭാതം ഈ ശബ്ദം ശ്രവിക്കുന്ന, ഈ പ്രാർത്ഥന ശ്രദ്ധിക്കുന്ന, ഈ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളെയും കർത്താവേ നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തലമുറകളെ അനുഗ്രഹിക്കണം, യൗവനക്കാരെ അനുഗ്രഹിക്കണം, രോഗികൾ സൗഖ്യമാകണം. അനവധി പ്രിയപ്പെട്ടവർ ഹോസ്പിറ്റലുകളിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. കർത്താവേ, അവരെല്ലാം വിടുവിക്കപ്പെടണം. യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതം ഒരു അത്ഭുതത്തിൻ്റെ വിടുതൽ തൻ്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കാൻ പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കാൻ. എല്ലാ രോഗികളും സൗഖ്യമാകട്ടെ. കർത്താവേ, തലമുറയോർത്ത് കരയുന്നവരുണ്ട്, തലമുറയില്ലാതെ കരയുന്നവരുണ്ട്, ഭവനമില്ലാതെ കരയുന്നവരുണ്ട്, ആമേൻ, കടഭാരങ്ങളിലായിരിക്കുന്നവരുണ്ട്. എൻ്റെ സ്വർഗത്തിലെ ദൈവം എല്ലാ അത്ഭുതങ്ങളെ ചെയ്യണം. നീതിയുടെ കരമയക്കും, മഹത്വം അങ്ങെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.